നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. BDK തിരൂർ താലൂക്ക് ഏഞ്ചൽസ് വിങ്ങും ഫ്രണ്ട്സ് കൈത്താങ് ചാരിറ്റബിൾ സൊസൈറ്റി വെണ്ടല്ലൂരും JCI വളാഞ്ചേരിയും സംയുക്തമായി കോട്ടക്കൽ അൽമാസ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് വെണ്ടല്ലൂർ ഫ്രണ്ട്സ് നഗറിൽ സംഘടിപ്പിച്ചു. ഫ്രണ്ട്സ് കൈത്താങ് ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി PV നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ JCI ഇലക്ടഡ് പ്രസിഡന്റ് ജസ്നി ബഷീർ സ്വാഗതം പറഞ്ഞു. BDK സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. JCI മെമ്പറും IMA സെക്രട്ടറിയുമായ ഡോക്ടർ മുഹമ്മദ് റിയാസ് ക്യാമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. BDK സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സലീം CK, വെസ്റ്റേൺ പ്രഭാകരൻ, അബ്ദുൽ അസീസ് NK, BDK തിരൂർ താലൂക്ക് പ്രസിഡന്റ് അജീഷ്, കൈത്താങ് ട്രഷറർ ഗഫൂർ P, BDK കോർഡിനേറ്റർ അനിൽ മൂസക്ക, BDK ലത്തീഫ്, JCI പ്രസിഡന്റ് ഇസ്ഹാഖ് മാസ്റ്റർ, JCI ഇലക്ടഡ് സെക്രട്ടറി ഫാസിൽ പാച്ചു, പ്രോഗ്രാം കൺവീനർ JC ആസിഫ്, മാനുക്ക കുളമ്പിൽ, അലി K, JC ഫൈസൽ മാസ്റ്റർ, വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ബിന്ദു മാം, JC ഫിറോസ്, JC ഫാറൂഖ്, JC സുമിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. BDK തിരൂർ താലൂക്ക് ഏഞ്ചൽസ് വിംഗ് പ്രസിഡന്റ് ആതിര അജീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഫ്രണ്ട്സ് കൈത്താങ് വെണ്ടല്ലൂരും അതുപോലെ തന്നെ JCIയും BDKയും ചേർന്ന് ഇന്നിവിടെ നടത്തുന്ന ഈ ബ്ലഡ് ഡൊണേഴ്സ് ക്യാമ്പ് വലിയ വിജയമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു അത്ഭുതം എന്ന് പറയാൻ, ഈ വീടിൻ്റെ മുറ്റത്ത് സ്ഥിരമായി എല്ലാ വർഷവും ഇതുപോലുള്ള ക്യാമ്പുകൾ നടക്കാറുണ്ട്. ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇന്നത്തെ ക്യാമ്പിൽ കഴിയുന്നത്ര ബ്ലഡ് ബ്ലീഡ് ചെയ്യാൻ കഴിയട്ടെ. ഈ ക്യാമ്പ് വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ക്യാമ്പ് ഒരുപാട് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ JCI വളാഞ്ചേരി ലോക്കൽ ഓർഗനൈസേഷൻ ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്താറുള്ളത്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലാണ് നമ്മൾ ഏവരും എത്തിയിട്ടുള്ളത്. ഈ ചടങ്ങിലേക്ക് വന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യാം. കേട്ടതുപോലെ ഒരു മഹാദാനം തന്നെ, വളരെയേറെ പുണ്യമായ ഒരു കർമ്മം എന്നതിലും അപ്പുറം ഇപ്പോ ഈ ഒരു ഇടവേളകളിലൊക്കെ കഴിഞ്ഞ ഏറെ കാലമായി നമ്മുടെ ഈ രക്തം അല്ലെങ്കിൽ നമുക്ക് ഏറെയേറെ ആവശ്യകരമായി നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മളൊക്കെ ഡെങ്കി അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ പോലെയല്ല ഡെങ്കി വന്നാതെ കണ്ടുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മള് ഒരു 25,000 പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഒരു 25,000 ഒക്കെ താഴോട്ട് വരുമ്പോഴൊക്കെ നമ്മളെ പ്ലേറ്റ്ലെറ്റ് നൽകുന്നതൊക്കെ ചിന്തിക്കാറുള്ളൂ. പുതിയ ചികിത്സ പ്രകാരം നമ്മുടെ ഒരു 60, 70 അല്ലെങ്കിൽ 50 എത്തുമ്പോഴേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കയറ്റുന്ന പുതിയ ചികിത്സാ രീതികളിലൂടെയാണ് നമ്മുടെ ആരോഗ്യരംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്ലേറ്റ്ലെറ്റ് കിട്ടാതെ വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മളൊക്കെ ആശ്രയിക്കുന്ന കേന്ദ്രങ്ങളാണ് പെരിന്തൽമണ്ണയും അതുപോലെ കോട്ടക്കലും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വരും കാലങ്ങളിൽ നമുക്ക് ഈ ഓരോ നമ്മുടെ ഈ BDK പോലത്തെ സംഘടനയും ഇതിനുമായി സന്നദ്ധ പ്രവർത്തനങ്ങളും ഏറെയേറെ ആവശ്യകരമാണ് എന്നാണ് ഞാൻ ഈ ഒരു വേളയിൽ നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നത്. പലവിധ അവയവങ്ങളിലുള്ള ക്യാൻസറുകളായാലും അറ്റാക്കുകളായാലും ഒക്കെ നമുക്ക് ഈ സ്ഥിരമായി നിരന്തരമായി ബ്ലഡ് നൽകുന്നവർക്ക് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ള പുതിയ പഠനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളറിയാതെ നമുക്കുണ്ട് ഒരുപാട് അസുഖങ്ങൾ. ഇപ്പൊ നമ്മുടെ മലേറിയ പോലത്തെ പല അസുഖങ്ങൾ, സിഫിലിസ്, HIV, അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇതോടനുബന്ധിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ BP-യുടെ അളവുകളായാലും ഷുഗറുകളായാലും പല ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇതോടനുബന്ധിച്ച് നമുക്ക് തന്നെ അറിയാം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഗുണപരമായ ഒരു മഹാപ്രവർത്തനം തന്നെയാണ് ഈ രക്തദാനം. അതൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലുണ്ടാക്കുക. വെക്കുന്നത് നമ്മുടെ സഹജീവിയെ ചേർത്ത് പിടിക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അയാളുടെ ഔദാര്യമല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാലിയൊക്കെ പറയുന്ന ഒരു വേർഡുണ്ട്, ഇത് നമ്മുടെ കടമയാണ്. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഇതൊക്കെ പറയുന്ന ഘട്ടത്തിൽ ഒരു എമർജൻസി ഘട്ടത്തിൽ ഞാൻ കൊടുക്കാൻ എൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന ഒരു എമർജൻസി ഘട്ടത്തിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ബ്ലീഡ് ചെയ്ത് എൻ്റെ രക്തം നേരിട്ടിട്ട് മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാത്ത സമൂഹമാണ് ഭൂരിഭാഗം ആളുകൾ. ഈ BDK മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരിക്കുന്നത് ചെഗുവേര സെന്ററിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ആ കമ്മിറ്റിയിൽ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. എന്ന് പറയാൻ കാരണം 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല.
ചെഗുവേര ഫോറം രൂപീകരിച്ച കാലഘട്ടത്തിൽ ഏകദേശം 16 വർഷം മുന്നെയാണ് ഒരു രക്തദാന സേന ഗഫൂറിന്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഏകദേശം 2000-ഓളം മെമ്പർമാരാണ് അതിലുണ്ടായിരുന്നത്. അന്നുപോലും ഈ മേഖലയിൽ രക്തം ലഭിക്കാതെ മരണപ്പെട്ടതിന്റെ കഥകളൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. ഈ രക്തദാന സേന വളരെ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പലപ്പോഴും പല നിലയിലുള്ള രോഗികൾക്ക് രക്തം എത്തിക്കാൻ കഴിയാതെ ഒരുപാട് അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ ആത്മാഭിമാനത്തോടുകൂടി പറയുന്നത്, BDK-യുമായി ചേർന്ന് നിന്നതിന് ശേഷം, അതുപോലെ തന്നെ BDK രൂപീകരിച്ച ശേഷം ചെഗുവേര ഫോറത്തിന്റെ കീഴിലുള്ള രക്തദാന സേന ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടേണ്ടതായി വന്നു എന്ന് പറയാൻ കാരണം, BDK നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ മേഖലയിൽ രക്തം ലഭിക്കാതെ ഒരു ജീവി പോലും, ഒരു മനുഷ്യൻ പോലും ജീവൻ വെടിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ്. അതിൽ അതിയായ ആത്മാഭിമാനമുണ്ട്.